ഹായ് ഓൾ, ലൈൻമാൻ ഇലക്ട്രിക്കലിന്റെ എക്സാം അടുത്ത് വരുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇഫക്റ്റീവ് ആയിട്ടൊരു ലേണിംഗ് സ്ട്രാറ്റജിയിലൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് PYQ അനാലിസിസ്. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് PYQs നോക്കിയാലോ. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. എന്റെ പേര് നിഷ. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 100 വാട്ട്സ് 200 വോൾട്ട് ബൾബിന്റെ റെസിസ്റ്റൻസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എന്താണ് തന്നിരിക്കുന്നത്? പവർ ആണ് തന്നിരിക്കുന്നത്. സോ നമുക്കറിയാം P = V²/R ആണ് അല്ലെ. P = V²/R. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് R = എന്ത് എഴുതാൻ പറ്റും? V²/P എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലെ. V എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? V തന്നിരിക്കുന്നത് 200 വോൾട്ട് എന്നാണ് V തന്നിരിക്കുന്നത്. പവർ എത്രയാണ് തന്നിരിക്കുന്നത്? പവർ തന്നിരിക്കുന്നത് 100 വാട്ട്സ് ആണ്. പവർ തന്നിരിക്കുന്നത് 100 വാട്ട്സ്. സോ നമുക്കിത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R = V²/P. Vക്ക് പകരം 200 ഇടുക. Then 200 the whole square divided by P എത്രയാണ്? 100, which is equal to 200 into 200. 200 സ്ക്വയറിനെ 200 into 200 എന്ന് എഴുതാലോ. by 100 അല്ലെ. കട്ട് ചെയ്ത് കളഞ്ഞാലോ. മുകളിലും താഴെയും 0 കട്ട് ചെയ്ത് കളയാ. സോ നമുക്ക് എത്ര കിട്ടും ആൻസർ? 200 into 2 എത്രയാണ്? 400 എന്ന ആൻസർ കിട്ടും. നമ്മളിവിടെ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. സോ എത്രയാണ് ആൻസർ? 400 ഓം എന്നാണ് ആൻസർ കിട്ടുന്നത്. ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ സി, 400 ഓം ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇക്വേഷൻ ഓർത്തിരിക്കുക, തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറിലോട്ട് എത്തുക, യൂണിറ്റ് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു PYQ ആണിത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോ ഫാരഡ് ഏതിന് തുല്യമാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1 മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 10⁻⁻6 ഫാരഡ്, ഓപ്ഷൻ ബി 10⁻6 ഫാരഡ്, ഓപ്ഷൻ സി 10⁻9 ഫാരഡ് ആൻഡ് ഓപ്ഷൻ ഡി 10⁻3 ഫാരഡ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം 1 മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത് എത്ര ഫാരഡ് ആണ്? 1 മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത് 10⁻6 ഫാരഡ് ആണ് അല്ലെ. 1 മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത് 10⁻6 ഫാരഡ് ആണ്. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 10⁻6 ഫാരഡ് എന്നുള്ളതാണ്. ചെറിയ കൺഫ്യൂഷൻ ഒക്കെ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ വരാനായിട്ട് ഉള്ള സാധ്യതകളുണ്ട്. -6 ആണോ, അതോ 6 ആണോ, അതോ ഇനി 9(3), നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ തെറ്റിപ്പോരുത്. 1 മൈക്രോ ഫാരഡ് എത്ര ഫാരഡ് ആണ്? 10⁻6 ഫാരഡ് ആണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ ഇത്. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു PYQ ആണ്, മറന്നു പോകരുത്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് PYQയിലോട്ട് പോവാം. ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? വോൾട്ട് ആംപിയർ ആണോ, കിലോ വോൾട്ട് ആംപിയർ ആണോ, കിലോ വാട്ട് അവർ ആണോ, അതോ കിലോ വാട്ട് ആണോ? ഏതാണ്? നിങ്ങൾ ക്വസ്റ്റ്യൻസ് എപ്പോഴും തരുമ്പോൾ ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് എങ്ങനെയാണ് തന്നിരിക്കുന്നത് എന്നൂടെ നോക്കിയേക്കണം. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഏതാണ്? അതായത് ഇലക്ട്രിക്കൽ എനർജിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്ന ജൂൾ ആണ്. പക്ഷേ പ്രാക്ടിക്കലി പ്രത്യേകിച്ചും വീടുകളിലെ ഇലക്ട്രിക്കൽ കൺസംഷൻ ഒക്കെ നമ്മൾ യൂണിറ്റ് ഏതാ യൂസ് ചെയ്യുന്നത്? ഏത് യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്? കിലോ വാട്ട് അവർ ആണ് അല്ലെ. അപ്പം പ്രാക്ടിക്കലി നമ്മൾ വീടുകളിലേക്ക് ഇലക്ട്രിക്കൽ കൺസംഷൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ എന്നുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക, ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുക, അതിനുശേഷം കറക്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഇതൊരു PYQ ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ ഇത്. ഓക്കെ, ചെറിയ കൺഫ്യൂഷൻസ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷെ കോൺസെപ്റ്റ് വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും. അടുത്ത PYQ എന്ന് പറയുന്ന 1 ജൂൾ ഏതിന് തുല്യമാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 ആംപിയർ സെക്കൻഡ്, 1 ആംപിയർ മണിക്കൂർ, 1 വോൾട്ട് സെക്കൻഡ്, 1 വാട്ട് സെക്കൻഡ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, ഏതാണ് ഇതിന്റെ ആൻസർ എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഇക്വേഷനിലോട്ട് പോകണം. നമുക്ക് ഇക്വേഷൻ അറിയാം, പവറിന്റെ ഇക്വേഷൻ അറിയാലോ. പവർ എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ എനർജി ബൈ ടൈം ആണ് അല്ലെ. വർക്ക് ബൈ ടൈം ഓർ എനർജി ബൈ ടൈം. സോ എനർജിയുടെ ഇക്വേഷൻ ഇവിടെ നിന്ന് എഴുതാൻ പറ്റും. എനർജി എന്ന് പറയുന്നത് എന്താണ്? പവർ ഇൻറ്റു ടൈം ആണ് അല്ലെ. എനർജി എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം ആണ്. ദെൻ എനർജിയുടെ SI യൂണിറ്റ് ഏതാണ്? എനർജിയുടെ SI യൂണിറ്റ് ജൂൾ ആണ് അല്ലെ. പവറിന്റെ SI യൂണിറ്റ് വാട്ട് ആണ്.
ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ തന്നെ നമുക്ക് ഇവിടെ ആൻസർ കിട്ടുമല്ലോ. 1 ജൂൾ എന്ന് പറയുന്നത് എത്രയാണ്? 1 വാട്ട് സെക്കൻഡ് ആണ് അല്ലെ. 1 ജൂൾ എന്ന് പറയുന്ന 1 വാട്ട് സെക്കൻഡ് ആണ്. അപ്പൊ ഇത്തരത്തിലാണ് ഇതിന്റെ ആൻസറിലോട്ട് എത്തുന്നത്. അപ്പൊ ഇക്വേഷൻ നോക്കുക, ഇക്വേഷനിൽ നിന്ന് തന്നെ നമ്മൾ യൂണിറ്റിലോട്ട് എത്തിച്ചേരുക. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ ആൻസർ എത്തേണ്ടത്. ഓപ്ഷൻസ് വായിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും, പക്ഷെ നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് അറിഞ്ഞ് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, റെക്ടിഫയർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? AC യെ DC ആക്കുന്നതിന്, വോൾട്ടേജിന്റെ സ്ഥിരതയ്ക്ക്, DC യെ AC ആക്കുന്നതിന്, വോൾട്ടേജ് കൂട്ടുന്നതിന്. ഏതാണ്? നമുക്കറിയാലോ റെക്ടിഫയർ സർക്യൂട്ട് എന്തിനാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കാൻ യൂസ് ചെയ്യുന്നതാണ് റെക്ടിഫയർ സർക്യൂട്ട്സ് അല്ലെ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? AC യെ DC ആക്കുന്നതിന് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. റെക്ടിഫിക്കേഷൻ AC ടു DC അല്ലെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ടു ഡയറക്റ്റ് കറണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ AC യെ DC ആക്കുന്നതിനാണ് റെക്ടിഫയർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായാലോ? ബേസിക് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ പെട്ടെന്ന് സമയം അധികം എടുക്കാതെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ആൻസേഴ്സ് ആണ്. അപ്പൊ ഇവിടെയൊക്കെ എന്ത് ചെയ്യണം? ടൈം സേവ് ചെയ്യണം. പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ കൂടുതൽ ടൈം എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ടൈം സേവ് ചെയ്തിട്ട് പോകണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോഹങ്ങളിൽ ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെയാണ്? ഓപ്ഷൻ എ എന്താണ്? കുറയുന്നു. ഓപ്ഷൻ ബി മാറ്റമില്ല. ഓപ്ഷൻ സി കൂടുകയും കുറയുകയും ചെയ്യുന്നു. ആൻഡ് ഓപ്ഷൻ ഡി എന്താണ്? കൂടുന്നു അല്ലെ. അപ്പൊ എങ്ങനെയാണ് മെറ്റൽസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റെസിസ്റ്റൻസിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ മെറ്റൽസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന്റെ ആറ്റംസ് വളരെ വിഗറസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഒരു മെറ്റലിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിലെ ആറ്റംസ് വളരെ വിഗറസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയും അത് കാരണം അതിലൂടെ ഒഴുകുന്ന ഇലക്ട്രോൺസ് അല്ലെ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് ഒരു തടസ്സം ഉണ്ടാവുകയും ചെയ്യുന്നു അല്ലെ. മെറ്റൽസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ആറ്റംസ് വിഗറസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഇലക്ട്രോൺസിന്റെ ഫ്ലോയ്ക്ക് എന്തുണ്ടാവുന്നു? ഒരു തടസ്സം ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, മനസ്സിലായോ? ഇലക്ട്രോൺസിന്റെ ഫ്ലോ അവിടെ തടസ്സപ്പെടുന്നു. അത് കാരണം റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതാണ് ആൻസർ. അപ്പൊ മെറ്റൽസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മെറ്റൽസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? കൂടുകയായിരിക്കും ചെയ്യുന്നത്. മനസ്സിലായോ? പ്യൂർലി കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇതിനൊന്നും നമുക്ക് സമയം അധികം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, പ്രോബ്ലംസ് മാത്രമല്ല ചോദിക്കുന്നത്, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ വളരെ വൃത്തിയായിട്ട് കോൺസെപ്റ്റ്സ് അറിയണം, എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ നമ്മൾ ഒരു ഊഹം വെച്ചിട്ടൊക്കെ എഴുതാൻ പറ്റും, പക്ഷെ അപ്പോഴൊക്കെ കൺഫ്യൂസിങ് ആയി പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ കോൺസെപ്റ്റ്സ് നന്നായിട്ട് പഠിക്കുക. ദെൻ ഇംപിഡൻസിന്റെ യൂണിറ്റ് എന്താണ്? ഇംപിഡൻസ് എന്ന് വെച്ചാൽ ഇംപിഡൻസ് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ ഡയറക്റ്റ് കറണ്ടിനുണ്ടാകുന്ന തടസ്സത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് ഉണ്ടാകുന്ന തടസ്സത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇംപിഡൻസിന്റെ യൂണിറ്റ് അപ്പൊ എന്തായിരിക്കും? എന്ത് തന്നെ ആയിരിക്കും? ഓം തന്നെ ആയിരിക്കും. റെസിസ്റ്റൻസിന്റെ അതേ യൂണിറ്റ് ആണ് ഇംപിഡൻസിന്റെ യൂണിറ്റ്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് ഉണ്ടാകുന്ന തടസ്സമാണ് ഇംപിഡൻസ്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ ഡയറക്റ്റ് കറണ്ടിന് ഉണ്ടാകുന്ന തടസ്സമാണ് എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം രണ്ടിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ഓം തന്നെയാണ്. ഇംപിഡൻസ് ചോദിക്കുമ്പോൾ തെറ്റിപ്പോവരുത്. വേറെ എന്തെങ്കിലും ആണോ യൂണിറ്റ് എന്നൊന്നും വിചാരിച്ചേക്കരുത്. ഓം തന്നെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെൻറി എന്തിന്റെ യൂണിറ്റ് ആണ്? ഹെൻറി എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു മറ്റു ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, കാരണം ഒരു പക്ഷെ ഇത് തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇതിനകത്ത് ഏത് വേണമെങ്കിലും ചോദിക്കും. അപ്പൊ എല്ലാത്തിന്റെ യൂണിറ്റ്സ് പഠിച്ചു വെച്ചേക്കുക. ഹെൻറി എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഫാരഡെ എന്തിന്റെ യൂണിറ്റ് ആണ്? കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ് എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഫാരഡ്. ആംപിയർ എന്തിന്റെ യൂണിറ്റാ? ആംപിയർ കറണ്ട് അല്ലെ. കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ വേണമെങ്കിലും ചോദിക്കാം. ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി തരാം. അപ്പൊ ഇംപിഡൻസിന്റെ യൂണിറ്റ് തെറ്റിപ്പോരുത്. ഓം തന്നെയാണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ AC കറണ്ടിന്റെ ഫ്ലോയ്ക്ക് ഉണ്ടാവുന്ന തടസ്സത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് റെസിസ്റ്റൻസിന്റെ അതേ യൂണിറ്റ് തന്നെയാണ്, ഓം തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഒപ്പം തന്നെ മറ്റുള്ളതിന്റെ യൂണിറ്റ്സ് കൂടെ ഓർത്തിരിക്കുക. ഹെൻറി എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഫാരഡ് എന്ന് പറയുന്ന കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ്. ആംപിയർ എന്തിന്റെ യൂണിറ്റ് ആണ്? കറണ്ടിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്തത് മുഴുവൻ PYQs ആണ്. ഓക്കെ, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരിക്കുന്ന PYQs ആണ് ഈ ചെയ്തത് മുഴുവൻ. അപ്പൊ നിങ്ങൾക്ക് PYQ കേട്ടപ്പോ എന്താ തോന്നുന്നേ? എന്ത് തോന്നുന്നു? പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അല്ലെ? പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് PYQs മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട്
PYQs നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. നമ്മൾ ഒരുപാട് വലിച്ചു വാരി പഠിച്ചിട്ട് കാര്യമില്ല. എന്ത് പഠിക്കണം എന്ന് അറിഞ്ഞു പഠിക്കണം. ആദ്യം സിലബസ് അറിയണം, സിലബസ് അറിഞ്ഞു പഠിക്കണം. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അത് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്നതെന്ന് അറിയണം, അറിഞ്ഞ് തന്നെ പഠിക്കണം. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? PYQ അനാലിസിസ് തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിനൊക്കെ സഹായിക്കാനായിട്ട് സിലബസ് പറഞ്ഞു തരുന്നതിനും അതുപോലെ തന്നെ PYQs നിങ്ങളെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നതിനൊക്കെ ആയിട്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും നോക്കേണ്ട ഒരു കാര്യം ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ബേസിക്സ് പഠിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബേസിക്സ് പഠിക്കേണ്ടതിന് ഒരു ഇമ്പോർട്ടൻസ്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ബേസിക്സ് അറിയണം. നെക്സ്റ്റ് അനലൈസ് ദ സിലബസ്. ഇതൊക്കെ സിലബസിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ സിലബസ് അറിഞ്ഞു പഠിക്കുക. ദെൻ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ. ഓരോ ടോപ്പിക്സും എടുത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. MCQ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് മാത്രമല്ല, അതിന്റെ കൂടെ കിടക്കുന്ന ഓപ്ഷൻസ് കൂടെ അനലൈസ് ചെയ്ത് പഠിക്കണം. ഇപ്പൊ ഞാൻ യൂണിറ്റ്സ് പറഞ്ഞപ്പോൾ ബാക്കി എല്ലാത്തിന്റെ യൂണിറ്റ്സ് പറഞ്ഞില്ലേ, അപ്പൊ അത് നിങ്ങൾ ഗുണം ചെയ്യും. കാര്യം ഏതിന്റെ യൂണിറ്റ് ആണ് ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ MCQ വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ അതും കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് ബേസിക്സ് പഠിക്കണം, സിലബസ് അനലൈസ് ചെയ്യണം, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ടോപ്പിക്സും പഠിക്കുക. ദെൻ MCQs, അതുമായിട്ട് ബന്ധപ്പെട്ട MCQs മോർ ആൻഡ് മോർ അതുമായിട്ട് ബന്ധപ്പെട്ട MCQs വർക്ക്ഔട്ട് ചെയ്യുക. ഇത് ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിനൊക്കെ നിങ്ങളെ സഹായിക്കാനായിട്ട് എന്താണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇപ്പൊ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്താണെന്ന് അറിയാമോ? ലൈവ് ക്ലാസ്സസ് ആണ്. അതായത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ട്, ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ട്. നിങ്ങൾക്ക് അധ്യാപകരോട് ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അധ്യാപകരോട് ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് ഉള്ള ഒരു വലിയ അവസരമാണ് കിട്ടുന്നത് ലൈവ് സെഷൻ എന്ന് പറയുന്നത്. ദെൻ സിലബസ് ബേസ്ഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ്. നമുക്കറിയാലോ സിലബസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. അപ്പൊ സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെയുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. നെക്സ്റ്റ് റിവിഷൻ എക്സാം. അതായത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ എക്സാംസ് ഉണ്ടായിരിക്കും. റിവിഷൻ എക്സാം എഴുതുന്നതിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. പിന്നെ ടൈം മാനേജ്മെന്റ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് അപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? റിവിഷൻ എക്സാമിലൂടെയാണ്. നെക്സ്റ്റ് PYQ അനാലിസിസ്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ചെയ്ത മുഴുവൻ PYQs ആണ്. PYQ ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലായില്ലേ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത് അല്ലെ, ഈ ഏരിയയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ PYQ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മോഡൽ എക്സാംസ്. മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ എക്സാമിന്റെ അതേ പാറ്റേണിൽ അതേ മാർക്സിൽ അതേ ടൈമിൽ നിങ്ങൾക്ക് എക്സാംസ് കിട്ടും. മോഡൽ എക്സാംസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിലൂടെ അത് എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതൊക്കെ പ്രോപ്പർ ആയിട്ടാണോ, അല്ലെ ഏതൊക്കെയാണ് എനിക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയാസ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് എളുപ്പമുള്ള ഏരിയാസ്. ഞാൻ പറഞ്ഞില്ലേ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ടൈം സേവ് ചെയ്യാനുള്ള ഒരുപാട് പേർക്ക്, എല്ലാ സ്റ്റുഡൻസിനും ചില ഏരിയാസ് എളുപ്പമായിരിക്കും, ചില ഏരിയാസ് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു ടൈമിന്റെ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി നമുക്ക് എക്സാം ഹോളിൽ ഒരു പ്രോപ്പർ ടൈം മാനേജ്മെന്റിന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന മോഡൽ എക്സാം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. അപ്പൊ ഇത്തരത്തിലൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് ആ സമയത്ത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്കത് ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം അല്ലെ. ഒരു കൺഫ്യൂഷൻ ഒന്നും വരാതെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം, ആൻസർ ഉറപ്പിക്കാൻ പറ്റണം. അത് കുറച്ച് സമയത്തിനുള്ളിൽ അല്ലെ. പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അപ്പൊ അതിനൊക്കെ സമയം വേണം. അപ്പം ഈ കുറഞ്ഞ സമയത്തിനുള്ളിലൊക്കെ നമുക്ക് ഇത്രയും വൃത്തിയായിട്ട് എഴുതാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതേപോലെ പഠിക്കണം അല്ലെ. അത്ര നല്ലതായിട്ട് പഠിക്കണം, നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് വിജയം ഉറപ്പാണ്. അപ്പം നിങ്ങളെ അതിനെ ഗൈഡ് ചെയ്യാനായിട്ട്, നിങ്ങളെ പ്രോപ്പർ ആയിട്ട് അതൊന്ന് മനസ്സിലാക്കി തരാനായിട്ടൊക്കെ CC എത്തുകയാണ്. സോ ലൈൻമാന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഒട്ടും വൈകരുത്. നമുക്ക് അറിയാം എക്സാം അടുത്തടുത്ത് വരികയാണ്. സിലബസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ, കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്നും പഠിച്ചിട്ട് പോവുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പോലും ഫോക്കസ് ഏരിയാസ് ഒക്കെ നോക്കി മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ അതിനൊക്കെ ടീച്ചേഴ്സ് നിങ്ങളെ സഹായിക്കും. അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യും. എക്സാം ഹോളിലോട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട്, വളരെ കൂളായിട്ട് പോയിട്ട് എക്സാം ഒക്കെ എഴുതി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിനായിട്ടൊക്കെ നിങ്ങളെ സഹായിക്കാനായിട്ട് CC എത്തുകയാണ്. ലൈൻമാന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒട്ടും സമയമില്ല നമുക്ക് കളയാനായിട്ട്. ഇനിയും വൈകരുത്, ഉടൻ തന്നെ ജോയിൻ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സോ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്